ഹലോ ഗൈസ്, ഇന്നത്തെ വർക്ക് നമ്മൾ ഗ്രാനൈറ്റിൻ്റെ ഷോപ്പിലാണ്. ഇതെൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ജാഫറിൻ്റെതാണ്. ജാഫർ നമ്മളെ ചങ്ങായിയാണ്. അപ്പോൾ ജാഫറാണ് ഈ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നല്ല സുന്ദരമായിട്ട് എത്ര സ്ലേവ് വേണമെങ്കിൽ ഈ ക്രെയിൻ എടുത്ത് പോയിക്കോളും. അടിപൊളി സാധനമായത്. ഇവന് നല്ല സുഖസുന്ദരമായിട്ട് ഓടിക്കുന്നുണ്ടേരം എനിക്കൊരു കൂടി ഇതൊന്ന് ഓടിച്ച് നോക്കണം. അങ്ങനെ ജാഫറിനോട് വെച്ച് ജാഫർ പറഞ്ഞ് ഇഞ്ഞിങ് എടുത്തു വന്നു. നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാനും ഒരു സ്ലേവ് എടുത്തു. സംഗതി ആദ്യം കണ്ടേരം വിചാരിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ബാക്കിലത്തെ ടയർ ഒടിയുന്ന വണ്ടി ഞാൻ ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്. ഇതുവരെ ഓടിച്ചതൊക്കെ മുന്നിലത്തെ ടയറാണല്ലോ ഒടിയുക. അങ്ങനെ ഒരു വ്യത്യാസം അതിന് കാണുന്നുണ്ട്. എന്നാൽ ഈ സ്ലേവ് ഇങ്ങനെ ആടിക്കളിക്കുമ്പോൾ നമ്മൾ പേടിയാവും. വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. ടൈൽസിൻ്റെയും ഗ്രാനൈറ്റും മാർബിളും ഒക്കെ ആയിട്ട് ഗംഭീര ഷോറൂമാണ് കേട്ടോ. എല്ലാ മോഡൽ സാധനം ഇവിടെ ഉണ്ട്. അങ്ങനെ എൻ്റെ ആദ്യത്തെ പീസുമായിട്ട് ഞാനിതാ പോവാണ്. ഇതാ വണ്ടീൻ്റെ അടുത്ത് എത്തുന്നവരൊരു സമാധാനം ഉണ്ടാവുകയില്ല. കുഴപ്പമൊന്നുമില്ല, അവിടെ എത്തുന്നുണ്ട്. ജാഫറിന് പേടിയാകുന്നുണ്ട് തോന്നുന്നു. ഭയങ്കര ആടലാടുന്നുണ്ട്. പരിചയം കുറവായതുകൊണ്ടാണ്. എന്നാലും കുഴപ്പമില്ല. മെല്ലെ അവിടെ വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. സുഖമാണ്. ഞാനിന്നാലും ഇങ്ങനെ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയൊരു ത്രില്ലിലാണ്. അങ്ങനെ എപ്പോഴും കിട്ടാത്തൊരു സാധനമാണല്ലോ. ഡ്രൈവർമാർക്ക് ഇതൊന്നും ഒരു ഭയങ്കര സ്പെഷ്യലായിരിക്കും. എൻ്റെ ക്യാമറാമാനാണെങ്കിൽ എവിടെയാ നിൽക്കേണ്ടതെന്ന് തിരിയാണ്ട് കളിക്കുകയാണ്. ജാഫറിൻ്റെ വല്യപ്പയാണ് അത് നിൽക്കുന്നത്. മൂപ്പരതാണ് വണ്ടി. ഫൈലാണ് നമ്മളിന്നത്തെ യാത്ര. അങ്ങനെ അതവിടെ കഴിഞ്ഞ് ഇനി ഗ്രാനൈറ്റ് കെട്ടണം. ഞങ്ങൾ പോവുകയാണ്. മൂപ്പര് നമ്മളെ കൂടെ എപ്പോഴും ഫുള്ളായിട്ടുണ്ടാവും. അങ്ങനെ ലോഡ് ഇറക്കി ഞങ്ങളിതെത്തി. ഇന്നത്തെ വർക്ക് കഴിഞ്ഞ്. ഓക്കെ, ബായ്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണേ. അപ്പം ശരി എന്നാൽ.